കാറ്റത്തെ കിളിക്കൂടിൻ്റെ വരാനിരിക്കുന്ന എപ്പിസോഡിൻ്റെ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അങ്ങനെ സുഭാഷിന്റെ ജാതകദോഷത്തിന്റെ പേരിൽ ആ വിവാഹം വേണ്ടെന്ന് വെച്ച് പെൺവീട്ടുകാർ കിളിക്കൂടിന്റെ പടിയിറങ്ങുകയാണ്. ജ്യോത്സ്യ പ്രവചനത്തിന്റെ ആഘാതത്തിലിരിക്കുകയാണ് സുഭാഷ്. അപ്പോഴേക്കും അച്ഛനും ഇത്രനാളും ഇവന്റെ കല്യാണം റെഡിയാവാത്തതിന് കാരണം ഈ വീടിന്റെ പേര് ദോഷമാണെന്നാണ് വിചാരിച്ചത്. ഇപ്പോഴല്ലേ ഇവന്റെ ജാതക ദോഷമാണെന്ന് മനസ്സിലായത് എന്ന് പറഞ്ഞ് സുധീഷിനോടും ഹരീഷിനോടുമായി കാശ് കൊടുത്ത് ജാതകം എഴുതിക്കുമ്പോ ഒരു നല്ല ജാതകം എഴുതിക്കാമായിരുന്നില്ലേ? എന്ത് ജാതകമാ നിങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് വന്നത്? ഒരു ബോധവുമില്ലേ നിങ്ങൾക്ക്? ഒരു കാര്യവും ശരിയായ രീതിയിൽ ചെയ്യാൻ അറിയില്ല, എന്നിട്ടാ എന്നെ ഉപദേശിക്കാൻ വരുന്നത് എന്ന് പറഞ്ഞ് അച്ഛൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാ. അപ്പോഴും ടെൻഷനോടെ മരവിപ്പോടെ ഇരിക്കായിരുന്ന സുഭാഷിന്റെ അരികിലേക്ക് ചെന്ന സുധീഷും, സുഭാഷേട്ടാ, അച്ഛൻ വായിൽ തോന്നിയത് എന്തൊക്കെയോ വിളിച്ചു പറയുക, നിങ്ങൾ ഇതൊന്നും സീരിയസ് ആയി എടുക്കല്ലേ എന്ന് പറയുമ്പോഴേക്കും നിധിയും സുഭാഷേട്ടന്റെ അടുത്തേക്ക് ചെന്ന്, സുഭാഷേട്ടാ, ഇതൊന്നും വലിയ കാര്യമാക്കല്ലേ. അവരിങ്ങനെ ഇങ്ങോട്ട് വന്ന് ഈ വീട്ടിൽ വെച്ച് ജാതകം നോക്കുമെന്ന് ഞാൻ സത്യമായും വിചാരിച്ചില്ല. അതറിയാമായിരുന്നെങ്കിൽ അവരോട് ഇങ്ങോട്ട് വരാൻ പറയില്ലായിരുന്നു. ഞാൻ വീട്ടിൽ നിന്ന് പയ്യന്റെ വീട് കാണാൻ വരട്ടെ എന്ന് ചോദിച്ചപ്പോ, അത് കുഴപ്പമില്ല, ഒരു നല്ല കാര്യമല്ലേ. പോസിറ്റീവായി ഞാനും ചിന്തിച്ചു പോയി. പക്ഷേ അവരിങ്ങനെ ഒരു വേല ഒപ്പിക്കുമെന്ന് ഞാൻ സത്യത്തിൽ പോലും വിചാരിച്ചില്ല എന്നവളും ടെൻഷനോടെ പറയുന്നുണ്ട്. അത് കേൾക്കെ ഹരീഷും, ഏടത്ത് ഈ വീട്ടിലല്ലേ ഇത്ര കാലമായി താമസിക്കുന്നത്, പിന്നെന്ത് ദോഷമാ, അതവർക്ക് അറിയില്ലേ എന്ന് ചോദിക്കേ. ഞാൻ ആ കാര്യം അയാളോട് ചോദിച്ചതല്ലേ, അയാൾ അത് സമ്മതിച്ചു തന്നോ എന്ന് പറഞ്ഞ് സുഭാഷേട്ടനോടായി, സുഭാഷേട്ടാ, അതൊന്നും കാര്യമാക്കാതെ, അതൊരു കുടുംബമാണോ? അങ്ങനെ ഒരു കുടുംബത്തിലേക്ക് സുഭാഷേട്ടൻ എത്തിച്ചേർന്നില്ലല്ലോ എന്നോർത്ത് സമാധാനിക്കും എന്ന് പറഞ്ഞ് സുഭാഷേട്ടന്റെ കയ്യിലേക്ക് പിടിച്ച്, സുഭാഷേട്ടാ, അത് വിട്ടേക്ക്, ഞങ്ങൾ കാരണം സുഭാഷേട്ടനെ ടെൻഷനായി, സോറി സുഭാഷേട്ടാ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴേക്കും ആകെ മരവിച്ച അവസ്ഥയിലിരിക്കായിരുന്ന സുഭാഷും അവന്റെ കൈയെടുത്ത് മാറ്റി അവിടെ നിന്ന് ടെൻഷനോടെ എഴുന്നേറ്റ് റൂമിലേക്ക് പോവുകയാണ്. നിധിയും ആകെ ടെൻഷനോടെ, നമ്മളാണ് തെറ്റ് ചെയ്തത്, അവരീ വീട്ടിലേക്ക് വരട്ടെ എന്ന് ചോദിച്ചപ്പോഴേ നമ്മൾ അതിനെക്കുറിച്ച് ആലോചിക്കേണ്ടതായിരുന്നു എന്ന് പറയാം. അവരൊരു ജ്യോത്സ്യനുമായി വന്ന് ഇങ്ങനെയൊക്കെ പറയുമെന്ന് ആരെങ്കിലും ചിന്തിക്കുമോ? 5:15 കാറിൽ നിന്ന് പുറത്തിറങ്ങില്ലെന്ന് പറഞ്ഞ് അവിടെ തന്നെ ഇരുന്നു. അപ്പോഴേ ഞാൻ മനസ്സിൽ വിചാരിച്ചതാ അവരിറങ്ങാതെ തിരിച്ചു പോകുന്നതാ നല്ലതെന്ന് എന്ന് സുധീഷും ദേഷ്യത്തോടെ പറയുകയാ. നികേഷും ടെൻഷനോടെ, സുഭാഷ് ഏട്ടന് നല്ല ഹേർട്ടായിട്ടുണ്ട്, സുഭാഷ് ഏട്ടന്റെ മുഖം കണ്ടാൽ അറിയാം നല്ല ടെൻഷൻ ഉണ്ടെന്ന് നികേഷ് പറയുമ്പോഴേക്കും, അങ്ങനെയൊന്നും ഇല്ലടാ, കുറച്ച് സമയം കഴിഞ്ഞാൽ അതെല്ലാം റെഡി ആയിരിക്കും, നീ വേണമെങ്കിൽ നോക്കിക്കോ എന്ന് സുധീഷും അവനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. റൂമിലെത്തിയ സുഭാഷും ടെൻഷനോടെ കട്ടിലേക്കിരുന്ന് ജ്യോത്സ്യൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർത്തെടുക്കുകയാ. പിന്നീട് രാത്രിയാകുമ്പോൾ സുഭാഷ് റൂമിൽ നിന്ന് ഇറങ്ങുന്ന സമയത്തും ടെൻഷനോടെ ഡൈനിങ് ഹാളിൽ തന്നെ ഇരിപ്പാ സുധീഷും കൂട്ടരും. സുഭാഷ് അവരെല്ലാം ഒന്ന് ടെൻഷനോടെ നോക്കിക്കൊണ്ട് അടുക്കളയിലേക്ക് പോവാൻ തുടങ്ങുമ്പോഴേക്കും ഹരീഷും സുഭാഷേട്ടനോടായി, സുഭാഷേട്ടാ, ആ വ്യാജ ജ്യോത്സ്യൻ പറഞ്ഞത് കേട്ടാണോ സുഭാഷേട്ടൻ ഇങ്ങനെ ടെൻഷനോടെ ഇരിക്കുന്നത്? അയാൾ വായിൽ തോന്നിയത് എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞതല്ലേ എന്ന് ചോദിക്കേ. നികേഷും, അതെ സുഭാഷേട്ടാ, ജാതകത്തിൽ ഇത് ശരിയല്ല അത് ശരിയല്ലെന്നൊക്കെ പറഞ്ഞ് കാശ് തട്ടിയെടുക്കാനുള്ള പരിപാടിയായി ഇവന്മാരുടെ എന്ന് പറയേ സുധീഷും, അത് കറക്റ്റാ ചേട്ടാ, ഇതെല്ലാം വിശ്വസിച്ച് എത്ര ആളുകളുടെ ജീവിതമായി ഇല്ലാതായിരിക്കുന്നു. സുഭാഷേട്ടനും ആ വിധമാവരുത്, സുഭാഷേട്ടൻ ഇങ്ങനെ ടെൻഷൻ ആവാതെ എന്ന് സുധീഷ് പറയുമ്പോഴേക്കും, അതല്ല സുധീഷേ, ഞാൻ കാരണമാണ് ഇങ്ങനെയെല്ലാം ആയതെന്ന് അവർ പറഞ്ഞത് സത്യമായിട്ട് എനിക്ക് തോന്നുന്നു. ഇതാദ്യമേ അറിയാമായിരുന്നെങ്കിൽ ഞാൻ എപ്പോഴും ഈ വീട് വിട്ട് പോകുമായിരുന്നു എന്ന് സുഭാഷും സങ്കടത്തോടെ പറയുക. കുട്ടികൾക്ക് ഉമ്മറത്തിരിക്കുന്ന അവരുടെ അച്ഛനും അങ്ങോട്ട് വന്ന്, എടാ, അയാൾ പറയുന്നൊന്നും കേട്ട് നീ ഇങ്ങനെ ടെൻഷൻ ആവാമോ? നീ പോയി നിന്റെ പണി നോക്കടാ എന്ന് പറഞ്ഞ് ഉമ്മറത്തേക്ക് പോകാൻ തുടങ്ങുമ്പോഴേ സുധീഷും അച്ഛനെ വിളിച്ചു നിർത്തി, സുഭാഷേട്ടന്റെ ജാതകം ഉണ്ടോന്ന് ചോദിച്ചപ്പോ ഇല്ലെന്നല്ലേ പറഞ്ഞത്, പിന്നെ പെട്ടെന്ന് ഇവിടുന്ന് ജാതകം വന്നു എന്ന് ചോദിക്കേ. അപ്പം മറന്നുപോയതായിരുന്നു, ഇപ്പൊ എനിക്ക് ഓർമ്മ വന്നു, അതാണ് വ്യത്യാസമെന്ന് അച്ഛനും. അതെങ്ങനെ, ഞാൻ വേറെ വല്ല ഭാഷയിലുമാണോ ചോദിച്ചേ എന്ന് സുധീഷും. ഞാൻ അറിയില്ലെന്നാ പറഞ്ഞത്, ഇല്ലെന്ന് പറഞ്ഞില്ലല്ലോ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാ എന്റെ മേക്കിട്ട് വന്നോളും എന്ന് പറഞ്ഞ് അച്ഛനും ഉമ്മറത്തേക്ക് പോവുകയാ. നികേഷും ടെൻഷനോടെ ജ്യോത്സ്യൻ പറഞ്ഞ കാര്യം വിട്ടുകളയാനായി സുഭാഷേട്ടനോട് പറയുന്നുണ്ടെങ്കിലും, ഇല്ലടാ, അയാൾ പറഞ്ഞ പല കാര്യങ്ങളും കറക്റ്റ് ആയിരുന്നു, ഈ വീടിന് ഒരു പെൺദോഷമുണ്ട്, അതുകൊണ്ടാണ് പെണ്ണുങ്ങൾ വാഴാത്തതെന്ന് കറക്റ്റായി പറഞ്ഞു എന്നൊക്കെ സുഭാഷ് ടെൻഷനോടെ പറയുമ്പോ ആ ജ്യോത്സ്യൻ വെറുതെ ഓരോന്ന് പറഞ്ഞ് തട്ടിവിട്ടതാണെന്ന് നിധിയും അവനെ ആശ്വസിപ്പിക്കാനായി ശ്രമിക്കുന്നുണ്ടെങ്കിലും, ഇല്ല മോളെ, നീ എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടിയാ ഓരോന്ന് പറയുന്നു, അയാൾ പറഞ്ഞ പല കാര്യങ്ങളും ശരിയായിരുന്നു എന്ന് സുഭാഷ്. എന്തു കാര്യമായപ്പോ ശരിയായിട്ടുള്ളതെന്ന് ഹരീഷും ചോദിക്കേ. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്, ഈ വീട്ടിൽ കല്യാണം നടക്കില്ലെന്ന് പറഞ്ഞത് നടന്നാലും ഒത്തുപോവാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞത് അതൊക്കെ ശരി തന്നെയല്ലേ? അച്ഛൻ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന രണ്ടുപേരും ഇപ്പൊ ഈ വീട്ടിലില്ല, അക്കാര്യം തന്നെയല്ലേ ജ്യോത്സ്യരും പറഞ്ഞത്? അപ്പൊ ഇതിനെല്ലാം കാരണം എന്റെ ജാതക ദോഷമല്ലേ എന്ന് സുധീഷും ചോദിക്കുന്നുണ്ട്. എന്നിട്ടും താൻ ഈ വീട്ടിൽ താമസിക്കുന്നില്ലെന്ന് നിധി ചോദിക്കുന്നുണ്ട്. സുധീഷും, അത് ശരിയാണല്ലോ, നിധി ഈ വീട്ടിൽ തന്നെയല്ലേ താമസിക്കുന്നത്, അത് സുഭാഷേട്ടൻ ആലോചിച്ചില്ലേ എന്ന് ചോദിക്കേ. ഇല്ല സുധീഷേ, നിങ്ങൾ എന്നെ ഇങ്ങനെ സമാധാനപ്പെടുത്തിയാൽ നോക്കിയാലും
എന്റെ മനസ്സിനെ ശാന്തമാക്കാൻ കഴിയില്ല. എന്റെ ജാതകദോഷം കാരണം ഈ വീട്ടിലാർക്കും നല്ലത് നടക്കാൻ പോവില്ലെന്നാ എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞ് സുഭാഷ് ടെൻഷനോടെ കരയുമ്പോഴേക്കും അങ്ങനെയൊന്നും ഉണ്ടാവില്ല സുഭാഷേട്ടൻ. കള്ള ജ്യോത്സ്യൻ പറഞ്ഞതും വിശ്വസിച്ച് നിൽപ്പാണോ സുഭാഷേട്ടൻ എന്ന് ഹരീഷും ചോദിക്കുന്നുണ്ട്. അത് കേൾക്കെ സുഭാഷും ആ പെൺകുട്ടിക്ക് 5 വർഷമായി പയ്യനെ നോക്കുന്നു. ഇതത്ര നല്ല ജ്യോത്സ്യരായിരുന്നെങ്കിൽ എപ്പോഴും അവളുടെ കല്യാണം നടന്നേനെ. 5 വർഷം അവരെയും വെച്ച് ആ ജ്യോത്സ്യൻ നന്നായി സമ്പാദിച്ചിട്ടുണ്ട്. ആ ബോധമില്ലാതെയാ അവർ ആ ജ്യോത്സ്യനെ പോകുന്ന വീട്ടിലെല്ലാം കൊണ്ടുപോകുന്നത് എന്ന് സുധീഷും പറയുകയാ. അങ്ങനെ അവരെല്ലാം കൂടി ടെൻഷനോടെ നിൽക്കുന്ന സുഭാഷേട്ടനെ ആശ്വസിപ്പിക്കാനായി ശ്രമിക്കുന്നുണ്ട്. പിന്നീട് നിധി ഉമ്മറത്തെ പടിക്കട്ടിൽ ടെൻഷനോടെ ജ്യോത്സ്യൻ പറഞ്ഞതും അക്കാര്യമോർത്ത് സുഭാഷേട്ടൻ ടെൻഷനായതുമൊക്കെ ഓർത്തിരിക്കുക. അച്ഛനവിടെ ഉമ്മറത്തെ കട്ടിലിൽ തന്നെ ഇരിപ്പുണ്ട്. ടെൻഷനോടെ ഇരിക്കുന്ന നിധിയെ കണ്ട് നീ ഉറങ്ങാതെ എന്തിനാ കൊതുകുവടിയും കൊണ്ടിരിക്കുന്നെന്ന് ചോദിക്കേ സുഭാഷിട്ടൻ നല്ല ടെൻഷനില്ല അറിയാമോ എന്ന് നിധിയും. അത് കേൾക്കെ അച്ഛനും നിന്നോട് ഉറങ്ങിയില്ലെന്ന് ചോദിക്കുമ്പോൾ ടെൻഷനായി എന്നാണോ പറയുന്നത്? എന്താ ടെൻഷൻ ഉള്ളവർക്ക് ഉറങ്ങാൻ പറ്റില്ലെന്ന് അച്ഛനും. അത് കേൾക്കെ നിധിയും ഈ വീട്ടിൽ എന്ത് സംഭവിച്ചാലും നിങ്ങൾക്ക് എങ്ങനെ മൈൻഡ് ചെയ്യാതിരിക്കാൻ കഴിയും? സുഭാഷേട്ടന്റെ ജാതകദോഷം കൊണ്ടാണ് ഈ വീട്ടിലുള്ള ആർക്കും കല്യാണം നടക്കാത്തതെന്ന വിഷമത്തിലാ സുഭാഷേട്ടൻ. ഈ വീട്ടിൽ നടക്കുന്ന എല്ലാത്തിനും കാരണം അച്ഛന്റെ ആറ്റിറ്റ്യൂഡാണ്. എനിക്ക് നന്നായി അറിയാം നികേഷിന്റെ അമ്മ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ഞാൻ അവരെ റോഡിൽ വെച്ച് കണ്ടെന്ന് പറഞ്ഞപ്പോഴേ നിങ്ങളുടെ മുഖം മാറുന്നത് ഞാൻ ശ്രദ്ധിച്ചു. നിങ്ങൾ അക്കാര്യത്തിൽ എന്തോ ഞങ്ങളിൽ നിന്ന് മറയ്ക്കുന്നുണ്ടെന്ന് നിധി പറയേ. നീ എന്തിനാ ഈ ആർക്കിടെക്ചർ ജോലിക്കൊക്കെ പോയത്? വല്ല പോലീസോ വക്കീലോ ഒക്കെ ആയിക്കൂടായിരുന്നോ എന്ന് അച്ഛനും. അതൊക്കെ തനിക്ക് അറിയാമെന്നും ഈ നാട്ടിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കൂട്ടിയിട്ട് വന്ന പെണ്ണു വാഴാത്ത വീടെന്ന ഈ വീടിന്റെ ദുഷ്പേര് മാറില്ലേ എന്ന നിധിയുടെ ചോദ്യം ഇഷ്ടമാവാതെ നിനക്കൊന്നും വേറെ പണിയില്ലേ? ഈ വീടിന്റെ പെരുദോഷം മാറ്റാനായി തക്കലയിൽ നിന്നിങ്ങോട്ട് വന്നതാണോ എന്നൊക്കെ അച്ഛൻ ദേഷ്യത്തോടെ ചോദിക്കുമ്പോഴേക്കും എന്താ ഇവിടെ കൊതുകുകടിയും കൊണ്ടിരിക്കുന്നേ? പോയി ഉറങ്ങെന്ന് പറഞ്ഞ് സുധീഷും അങ്ങോട്ട് വന്നിരിക്കുക. അപ്പോഴാണ് നിധി സുഭാഷേട്ടൻ എവിടെയെന്ന് ചോദിക്കുന്നത്. സുഭാഷേട്ടൻ ഉറങ്ങാൻ കിടന്നെന്ന് സുധീഷ് പറയേ. പാവം സുഭാഷേട്ടൻ നല്ല ഹർട്ടായിട്ടുണ്ട്. സുഭാഷേട്ടൻ ആ ജ്യോത്സ്യർ പറഞ്ഞ കാര്യം സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ട്. അതോർത്ത് നല്ല വിഷമവുമുണ്ട്. എന്തോ വേണ്ടാത്തത് നടക്കാൻ പോകുന്നു എന്നൊരു തോന്നൽ. സുഭാഷേട്ടൻ അത് തന്നെ ഓർത്ത് വിഷമത്തോടെ ഇരിക്കുകയാണല്ലോ എന്ന് നിധി പറയുമ്പോഴേക്കും അതൊന്നും കാര്യമാക്കേണ്ട. സുഭാഷേട്ടൻ അങ്ങനെയാ, ചെറിയ വിഷയമാണെങ്കിലും വലിയ കാര്യമായിട്ടെടുക്കും. ഓവർ എക്സ്പ്രസീവും ആയിരിക്കും. ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴേക്കും ആ കാര്യങ്ങളെല്ലാം മറന്ന് പഴയ പോലെ ആയിത്തീ എന്ന് സുധീഷ് പറയെ. സുഭാഷേട്ടൻ കിടന്നെന്നല്ലേ പറഞ്ഞത്, ഉറങ്ങിയോ എന്ന് നിധി ചോദിക്കുന്നുണ്ട്. ഉറങ്ങിയിട്ടുണ്ടാവുമെന്ന് സുധീഷ് പറയെ. ഈ ഒരു രാത്രി സുഭാഷേട്ടനെ നല്ല പോലെ ശ്രദ്ധിക്കണം. സുഭാഷേട്ടൻ എന്തെങ്കിലും ആപത്ത് വരുമെന്ന് വിചാരിച്ചാൽ പോലും സുഭാഷേട്ടൻ ഇത്ര വിഷമം ഉണ്ടാവില്ല. സുഭാഷേട്ടൻ കാരണം നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നമുണ്ടാവുമെന്ന് ജ്യോത്സ്യർ പറഞ്ഞത് അത്ര സീരിയസ് ആയിട്ടാണ് സുഭാഷേട്ടൻ എടുത്തിരിക്കുന്നത് എന്നൊക്കെ നിധി ആദ്യയോടെ പറയുമ്പോഴേക്കും സുഭാഷേട്ടനെ പറ്റി നിധി എന്താ വിചാരിക്കുന്നത്? ഈ വീട് വിട്ടു പോകുമെന്ന്. അങ്ങനെയൊന്നും നടക്കാൻ പോകുന്നില്ലെന്ന് സുധീഷ്. അങ്ങനെയൊന്നുമല്ല പറഞ്ഞത്. സുഭാഷേട്ടന്റെ മനസ്സ് വിഷമിപ്പിക്കുന്ന ഒരു കാര്യം നടന്നിരിക്കുക. അത് ഓവർകം ചെയ്യാൻ കുറച്ച് സമയമെടുക്കും. അതുവരെ സുഭാഷേട്ടന്റെ മേൽ ഒരു ശ്രദ്ധ വേണമെന്നാ പറഞ്ഞതെന്ന് നിധിയും. അത് കേൾക്കെ സുധീഷും രാവിലെ ഉണർന്നെഴുന്നേറ്റ സുഭാഷേട്ടൻ ഇക്കാര്യം ഓർമ്മ പോലും ഉണ്ടാവില്ല. ഇന്നത്തെയും പോലെ സന്തോഷമായിരിക്കും. നീ നോക്കിക്കോ എന്ന് സുധീഷ് പറയുമ്പോഴേക്കും അതല്ല സുധീഷെ, ഇന്നൊരു ദിവസത്തേക്ക് സുഭാഷേട്ടനെ ശ്രദ്ധിക്കണമെന്ന് വീണ്ടും അവൾ പറയെ. ശരി, താൻ നോക്കിക്കോളാമെന്ന് സുധീഷും ഉറപ്പ് കൊടുക്കുക. നിധി എഴുന്നേറ്റ് ഉറങ്ങാനായി പോകുമ്പോഴേക്കും അവിടെ ഇരുന്ന് പാട്ട് പാടിക്കൊണ്ടിരുന്ന അച്ഛനെ ജാതകത്തിന്റെ കാര്യവും പറഞ്ഞ് സുധീഷ് കുറ്റപ്പെടുത്തുമ്പോഴേക്കും സുധീഷും ഹരീഷും ചേർന്നുണ്ടാക്കിയ ദോഷജാതകത്തിന്റെ കാര്യം പറഞ്ഞ് അച്ഛനും അവരെയും കുറ്റപ്പെടുത്തുന്നുണ്ട്. പിന്നീട് സുധീഷ് അവിടെ നിന്ന് എഴുന്നേറ്റ് കിടക്കാനായി ചെല്ലുമ്പോഴേക്കും അവിടെ ഉറങ്ങാതെ ടെൻഷനോടെ ഇരിക്കുകയാണ് ഹരീഷും നികേഷുമെല്ലാം. സുഭാഷ് അവിടെ കിടന്നുറങ്ങുന്നുണ്ട്. സുഭാഷേട്ടൻ ഉറങ്ങിയോ, ഓക്കെ ആണോന്ന് സുധീഷ് ചോദിക്കുമ്പോഴേക്കും സുഭാഷേട്ടൻ ജ്യോത്സ്യൻ പറഞ്ഞ കാര്യവും ഓർത്ത് നല്ല ടെൻഷനിലായിരുന്നു. ഇപ്പോഴൊരുവിധം ഓക്കെ ആണെന്ന് തോന്നുന്നു. എന്നാലും സുഭാഷേട്ടന്റെ മേൽ ഒരു കണ്ണ് വേണമെന്ന് ഹരീഷും പറയുന്നുണ്ട്. സുഭാഷേട്ടൻ ഉറങ്ങിയതല്ലേ, ഇനി രാവിലെ എഴുന്നേൽ എല്ലാം പറഞ്ഞുണ്ടാക്കിയ ആ ജ്യോത്സ്യനെ വെറുതെ വിടരുതെന്ന് സുധീഷും ദേഷ്യത്തോടെ പറയുക. അതെല്ലാം വിട്ടേക്കെന്ന് ഹരീഷ് പറയുമ്പോഴേക്കും ഇനി നമ്മുടെ സംസാരം കേട്ട് സുഭാഷേട്ടൻ എഴുന്നേൽക്കണ്ട, ഉറങ്ങാമെന്ന് സുധീഷ് പറയുമ്പോഴേക്കും എല്ലാവരും ഉറങ്ങാനായി കിടക്കുകയാ. എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോഴേക്കും അതുവരെ കണ്ണടച്ച് ഉറങ്ങാതെ കിടക്കുകയായിരുന്ന സുഭാഷും കണ്ണു തുറന്ന് എഴുന്നേറ്റിരുന്ന് തന്റെ കൂടെ കിടക്കുന്ന അനിയന്മാരെല്ലാം നോക്കിക്കൊണ്ട് ജ്യോത്സ്യൻ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും ടെൻഷനോടെ ഓർക്കുകയാ. ഈ ജാതകക്കാരന് പെൺദോഷമുണ്ട്. ഇയാൾ താമസിക്കുന്ന വീട്ടിൽ ഒരു പെണ്ണ് വാഴില്ല. അത് മാത്രമല്ല, ഇയാളുടെ കൂടെ പിറന്ന ആർക്കും കല്യാണമേ നടക്കും. ഇനി കല്യാണമായെങ്കിൽ തന്നെ ആ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ ഈ ജാതകക്കാരൻ വീട്ടിലുണ്ടാവാൻ പാടില്ല ഒക്കെ ജ്യോത്സ്യൻ പറഞ്ഞതോർത്ത് സങ്കടത്തോടെ അനിയന്മാരെ നോക്കി ഇരിപ്പാ സുഭാഷും. പിന്നീട് രാവിലെ ആവുമ്പോൾ നിധി എഴുന്നേറ്റ് ചായയിട്ട് എല്ലാവർക്കും കൊണ്ടുചെന്ന് കൊടുക്കുക. അപ്പോഴാണ് നിധി, സുഭാഷേട്ടൻ എവിടെ? ഞാൻ രാവിലെ നേരത്തെ എഴുന്നേറ്റതാ, ആ സമയത്തും സുഭാഷേട്ടനെ കണ്ടില്ല. റൂമിന്റെ ഡോർ ചാരിയിട്ടിട്ടുണ്ട്, ഉള്ളിൽ കിടന്നുറങ്ങുന്നുണ്ടാവുമെന്നാ വിചാരിച്ചേ എന്നവൾ പറയേ. റൂം തുറന്നു കിടക്കുന്നുണ്ടല്ലോ, റൂമിൽ ആരുമില്ലല്ലോ, കടയിലേക്ക് എങ്ങാനും പോയി കാണുമെന്ന് ഹരീഷും. സുഭാഷേട്ടൻ ഇങ്ങനെ രാവിലെ തന്നെ കടയിലേക്ക് പോവാറില്ലല്ലോ, വീട് മുഴുവൻ നോക്കി, ഇവിടെ എങ്ങും സുഭാഷേട്ടനെ കാണാനില്ല എന്ന് നിധി വീണ്ടും ടെൻഷനോടെ പറയേ. സുഭാഷേട്ടൻ സൈറ്റിലേക്ക് വല്ലതും പോയതായിരിക്കും,
താനൊന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞ് സുധീഷ് സുഭാഷിന്റെ മൊബൈലിലേക്ക് വിളിക്കുക. സുഭാഷിന്റെ മൊബൈൽ സ്വിച്ച് ഓഫ് ആണെന്ന് കണ്ട് ചാർജ് തീർന്ന് ഓഫ് ആയതാവും. മൊബൈൽ റൂമിൽ ഇരിക്കുന്നുണ്ടോന്ന് നോക്കാനായി നികേഷിനെ പറഞ്ഞു വിടുന്നുണ്ട് സുധീഷ്. നികേഷ് ചെന്ന റൂമിൽ നോക്കുമ്പോഴേക്കും അവിടെ ഓഫ് ചെയ്തു വെച്ച മൊബൈലും കൂടെ സുഭാഷ് എഴുതിയ ഒരു ലെറ്ററും കാണുകയാണ്. അത് വായിച്ചു നോക്കുന്ന നികേഷ് പരിഭ്രമത്തോടെ ഡൈനിങ് ഹാളിലേക്ക് ഓടിച്ചെന്ന് നിധിയുടെ കയ്യിലേക്ക് ആ ലെറ്റർ കൊടുക്കുന്നുണ്ട്. നിധിയും പരിഭ്രമത്തോടെ ആ ലെറ്റർ വാങ്ങി വായിക്കുകയാ. സ്നേഹമുള്ള അനിയന്മാർക്കും നിധിക്കും വേണ്ടി സുഭാഷ് ഏട്ടൻ എഴുതുന്നത്. ഇത്ര നാളും ഈ വീട്ടിൽ നടന്ന പ്രശ്നങ്ങൾക്ക് ഞാനാണ് കാരണമെന്ന് മനസ്സിലായി. അച്ഛന്റെ പെരുദോഷം കൊണ്ടാണ് ഈ വീട്ടിലേക്ക് ആരും പെണ്ണ് തരാത്തതെന്നാ ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ എന്റെ ജാതകദോഷം കൊണ്ടാണ് ഈ വീട്ടിൽ പെണ്ണുങ്ങൾ വാഴാത്തതെന്ന് ഓർക്കുമ്പോ എനിക്ക് നല്ല വിഷമമുണ്ട്. ഇനിയും ഞാൻ ഈ വീട്ടിൽ താമസിച്ചാൽ അനിയന്മാരുടെ ജീവിതവും കഷ്ടത്തിലാവും. അവരുടെ ജീവിതം നന്നായിരിക്കണം. എന്റെ ജാതകദോഷം കാരണം ഇപ്പോൾ നമ്മുടെ വീട്ടിലുള്ള നിധിയും ഈ വീട് വിട്ടു പോവാൻ ഇടയാവരുത്. എന്റെ ദോഷം കാരണം നിധിയും ഈ വീട് വിട്ടു പോകുമോന്ന ഒരു പേടിയുണ്ട് എനിക്ക്. നിധി ഈ വീട്ടിൽ തന്നെ ഉണ്ടാവണം. എന്റെ അനിയന്മാരെല്ലാം കല്യാണം കഴിച്ച് അവർ സന്തോഷമായി ജീവിക്കണം. ഇതെല്ലാം ഞാൻ ഈ വീട്ടിലില്ലെങ്കിലേ നടക്കൂ. അതുകൊണ്ട് ഞാൻ ഈ വീട് വിട്ടു പോകുന്നു. ഞാൻ എവിടെയാണെങ്കിലും എന്റെ മനസ്സ് മുഴുവൻ നിങ്ങളായിരിക്കും. നിങ്ങളുടെ നല്ലതിനു വേണ്ടി സുഭാഷ് നിങ്ങളെ വിട്ടു പോവുകയാ. എന്നെ ആരും തേടി വരരുത് എന്ന് സുഭാഷ് എഴുതിയ ആ ലെറ്റർ വായിച്ചു തീരുമ്പോഴേക്കും നിധിയും സങ്കടത്തോടെ കരയാൻ തുടങ്ങിയിരുന്നു. അത് കാണേ സുധീഷും ഹരീഷും എല്ലാം ആ ലെറ്റർ വാങ്ങി വായിച്ചു നോക്കുകയാ. സങ്കടത്തോടെ ഇരിക്കുന്ന നികേഷിനെയും സുഭാഷ് ഏട്ടൻ വരുമെന്ന് പറഞ്ഞ് ഹരീഷ് ആശ്വസിപ്പിക്കുന്നുണ്ട്. സുധീഷും സങ്കടത്തോടെ കരഞ്ഞ് എങ്ങനെ ഇതെല്ലാം നടന്നു എന്ന് ചോദിക്കുമ്പോഴേക്കും രാത്രി ഞാൻ 100 വട്ടം പറഞ്ഞതല്ലേ സുഭാഷ് ഏട്ടൻ ഹേർട്ട് ആയിട്ടുണ്ടെന്ന്, എന്തോ തെറ്റായി നടക്കാൻ പോകുമെന്ന് തോന്നുന്നു. ഒരു രാത്രി ഉറക്കമൊഴിച്ചിരുന്ന് സുഭാഷ് ഏട്ടനെ ശ്രദ്ധിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല എന്ന് നിധി സങ്കടത്തോടെ ചോദിക്കുമ്പോഴേക്കും ഇല്ല നിധിയോട് സംസാരിച്ചു വരുമ്പോഴേ സുഭാഷ് ഏട്ടൻ ഉറങ്ങിക്കഴിഞ്ഞിരുന്നു. അത് കൺഫേം ആക്കിയിട്ടാ ഞങ്ങളെല്ലാവരും ഉറങ്ങിയതെന്ന് സുധീഷും. സുഭാഷ് ഏട്ടൻ എങ്ങനെ ഉറങ്ങാൻ കഴിയും? എത്ര വലിയൊരു സംഭവമാണ് നടന്നത്. ആർക്കായാലും മാനസിക നില തെറ്റ്. സുഭാഷ് ഏട്ടനെ നിങ്ങൾ 3 പേരുമായെല്ലാം എല്ലാം മനസ്സിലാക്കിയിട്ടാ നിങ്ങളോട് ഞാൻ രാത്രി സുഭാഷ് ഏട്ടനെ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞത്. ഇപ്പൊ കണ്ടില്ലേ, നിങ്ങൾക്ക് നല്ലത് നടക്കാൻ വേണ്ടിയിട്ടാണെന്ന് ലെറ്റർ എഴുതി വെച്ച് പോയിരിക്കുന്നു. ഇങ്ങനെ എന്തെങ്കിലും നടക്കുമോ നോർത്താ ഞാൻ ഭയന്നത്. ഒരു രാത്രി ഉറക്കമൊഴിഞ്ഞ് ശ്രദ്ധിച്ചിരുന്നാൽ ഇതെല്ലാം നടക്കുമായിരുന്നു. നടന്ന കാര്യമോർത്ത് എനിക്ക് ഉറക്കം വന്നില്ലായിരുന്നു. ഉറക്കം വരാതെ ഞാൻ 5 മണിക്ക് എഴുന്നേറ്റു. അപ്പോഴേ സുഭാഷ് ഏട്ടനെ കാണാനില്ല. അതിനു മുന്നേ സുഭാഷ് ഏട്ടൻ പോയിട്ടുണ്ടാവുമെന്ന് നിധി സങ്കടത്തോടെ കരഞ്ഞു പറയുമ്പോഴേക്കും അങ്ങോട്ടെത്തുന്ന അച്ഛനും എന്തു പറ്റിയെന്ന് ചോദിക്കുകയാണ്. സുഭാഷ് ഏട്ടനെ കാണാനില്ല. എന്നെ നിങ്ങളാരും അന്വേഷിക്കരുത്. ഞാൻ വീട് വിട്ടു പോവാണെന്ന് ഒരു ലെറ്ററും എഴുതി വെച്ച് പോയിരിക്കുന്നു എന്ന് പറഞ്ഞ് നിധി ആ ലെറ്റർ നീട്ടുമ്പോഴേക്കും അച്ഛനും പരിഭ്രമത്തോടെ ആ ലെറ്റർ വാങ്ങി വായിക്കുകയാണ്. അച്ഛൻ ഉമ്മറത്തല്ലേ കിടന്നിരുന്നത്. സുഭാഷ് ഏട്ടൻ പോകുന്നത് കണ്ടോ എന്ന് നിധി ചോദിക്കേ. താൻ കണ്ടില്ല, ഉറങ്ങിപ്പോയി. രാത്രി നായ്ക്കളുടെ ശബ്ദം കേട്ടിരുന്നു എന്നച്ഛൻ പറയുന്നത് കേൾക്കേ. ദയവ് ചെയ്ത് സുഭാഷ് ഏട്ടൻ എങ്ങോട്ടാ പോയതെന്ന് എല്ലാവരും ഒന്ന് അന്വേഷിക്കുന്ന നിധി പറയുമ്പോഴേക്കും സുധീഷും ഹരീഷും നികേഷും അച്ഛനുമെല്ലാം സുഭാഷിനെ അന്വേഷിക്കാനായി ഇറങ്ങുകയാണ്. അങ്ങനെ അവർ പല സ്ഥലങ്ങളിലും സുഭാഷ് ഏട്ടനെ അന്വേഷിച്ച് നടക്കുന്നുണ്ടെങ്കിലും എവിടെ നിന്നും കണ്ടെത്താൻ കഴിയുന്നില്ല. അങ്ങനെ സുഭാഷ് ഏട്ടനെ തിരഞ്ഞിട്ട് കാണാതെ ഹരീഷ് നികേഷിനെയും കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് എത്തുന്നുണ്ട്. പല സ്ഥലങ്ങളിലും സുഭാഷ് ഏട്ടനെ അന്വേഷിച്ച് നടന്നെന്നും എവിടെയും കണ്ടെത്താൻ പറ്റിയില്ലെന്നും തന്റെ മൊബൈൽ സ്വിച്ച് ഓഫ് ആയി പോയെന്നും സുഭാഷ് ഏട്ടൻ വീട്ടിലേക്ക് എങ്ങനെ എത്തിയ സുധീഷ് ഏട്ടൻ വിളിച്ചാൽ കിട്ടില്ലല്ലോ എന്ന് വിചാരിച്ച ഇങ്ങോട്ട് വന്നതെന്നും ഹരീഷ് പറയുന്നുണ്ട്. അപ്പോഴേക്കും സുഭാഷ് ഏട്ടനെ തിരഞ്ഞിറങ്ങിയ സുധീഷും ആകെ ക്ഷീണിച്ച അവശനായി ടെൻഷനോടെ വീട്ടിലേക്ക് വരികയാണ്. സുഭാഷ് ഏട്ടനെ എവിടെയും കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്നും സുഭാഷ് ഏട്ടനെ ഇല്ലാതെ തനിക്ക് ആകെ ടെൻഷൻ ആവുന്നുവെന്നും വീട് വിട്ട ജോലി കഴിഞ്ഞ വീട് എന്ന രീതിയിൽ ജീവിച്ചതാണെന്നും ജോലി സ്ഥലത്തും അന്വേഷിച്ചെങ്കിലും അവിടെയും സുഭാഷ് ഏട്ടനില്ലെന്നും സുഭാഷ് ഏട്ടൻ എവിടെയാ പോയതെന്ന് അറിയില്ലെന്നും പറഞ്ഞ് സുധീഷും ടെൻഷനോടെ ഇരിക്കും. അപ്പോഴേക്കും അന്വേഷിച്ചിറങ്ങിയ അവരുടെ അച്ഛനും അങ്ങോട്ടെത്തി. എന്തായി, കണ്ടുകിട്ടിയോ എന്ന് ചോദിക്കേ. ഇല്ലെന്ന് സുധീഷും. എന്തു ചെയ്യാനാ, അവനൊരാണല്ലേ. പെണ്ണായിരുന്നെങ്കിൽ ആരുടെയെങ്കിലും കൂടെ ഒളിച്ചോടിയെന്നെങ്കിലും വിചാരിക്കാമായിരുന്നു. എങ്ങോട്ടാ പോയതെന്ന് അറിയില്ല. ഇനി അവന് തന്നെ തോന്നി തിരിച്ചു വരണം എന്ന് പറഞ്ഞ് അച്ഛനും ഉമ്മറത്തേക്ക് പോവുകയാണ്. ഇനി എന്തു ചെയ്യുമെന്നറിയാതെ അവർ ടെൻഷനോടെ ഇരിക്കുമ്പോഴാണ് നമുക്ക് പോലീസിൽ കംപ്ലൈന്റ് ചെയ്താലോ എന്ന് നിധി ചോദിക്കുന്നത്. അതുകൾക്ക് ഹരീഷും പോലീസിലൊക്കെ കംപ്ലൈന്റ് കൊടുക്കണമെന്ന് ചോദിക്കേ. വേറെ എന്ത് വഴിയാ ഉള്ളത്? പോലീസിൽ കംപ്ലൈന്റ് ചെയ്താൽ അവരെങ്ങനെയെങ്കിലും തേടി കണ്ടെത്തും. നമുക്കറിയാവുന്ന പല സ്ഥലങ്ങളിലും നമ്മൾ തിരഞ്ഞില്ലേ, അമ്പലത്തിലും ബീച്ചിലും എല്ലായിടത്തും നോക്കിയില്ലേ. ഇനി പോലീസിൽ ഒരു പരാതി കൊടുക്കുന്നതാ നല്ലത്. ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലും എല്ലാം പോയി തിരഞ്ഞു. അവിടെ ഒന്നും കണ്ടില്ല. സുഭാഷ് ഏട്ടന്റെ ഫോട്ടോ കാണിച്ചു പോലും ചോദിച്ചു. ആരും സുഭാഷ് ഏട്ടനെ കണ്ടില്ലെന്നാ പറയുന്നത് എന്ന് സുധീഷ് സങ്കടത്തോടെ പറയേ. അവരുള്ള സമയത്താവില്ലല്ലോ സുഭാഷ് ഏട്ടൻ അതിലെ പോയത്. സുഭാഷ് ഏട്ടൻ ഇവിടെ നിന്നിറങ്ങിയ സമയം വെച്ച് അവിടെയുള്ള CCTV എല്ലാം ചെക്ക് ചെയ്ത് നോക്കാലോ. അതിനെല്ലാം പോലീസിൽ ഒരു കംപ്ലൈന്റ് കൊടുക്കണം. അധികം ഡിലേ ആക്കാൻ പറ്റില്ല. നമ്മൾ എത്രയും പെട്ടെന്ന് ഒരു കംപ്ലൈന്റ് കൊടുത്തേ തീരും എന്ന് നിധി പറയുന്നത് കേൾക്കേ.
ടെൻഷനോടെ ഇരിക്കായിരുന്ന നികേഷും അപ്പൊ ശരിക്കും സുഭാഷ് ഏട്ടനെ കാണാനില്ലേ, പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കുന്ന കാര്യമെല്ലാം പറയുന്നു, നമ്മുടെ സുഭാഷ് ഏട്ടൻ എങ്ങോട്ട് പോയി എന്ന് ചോദിച്ചവൻ കരയാൻ തുടങ്ങുമ്പോഴേക്കും ഹരീഷും സുധീഷും അവന്റെ അരികിലേക്ക് ചെന്ന് അവനെ ആശ്വസിപ്പിക്കുകയാണ്. അവനെ ആശ്വസിപ്പിച്ച് സുധീഷിനെയും കൂട്ടി നിധി പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു കംപ്ലൈന്റ് കൊടുക്കാനായി പോവുകയാണ്. അങ്ങനെ അവർ സ്റ്റേഷനിലെത്തി പരാതി കൊടുക്കുകയാണ്. എസ്ഐയുടെ മുന്നിലേക്ക് ചെന്ന് നിധി അദ്ദേഹത്തോടായി താൻ നിധിയാണെന്നും കൂടെയുള്ളത് ഹസ്ബൻഡ് സുധീഷ് ആണെന്നും സുധീഷിന്റെ ചേട്ടൻ സുഭാഷ് ഏട്ടനെ ഇന്ന് രാവിലെ മുതൽ കാണാനില്ലെന്നും അവൾ പറയേ എസ്ഐ സുഭാഷിന്റെ ജോലിയെക്കുറിച്ചും വീടിന്റെ അഡ്രസ്സുമെല്ലാം തിരക്കുന്നുണ്ട്. നിധി അതെല്ലാം പറഞ്ഞു കൊടുക്കുമ്പോഴേക്കും എന്തു പറ്റി, വീട്ടിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായോ എന്ന് എസ്ഐയും ചോദിക്കുന്നുണ്ട്. അത് കേൾക്കെ നിധിയും ഇന്നലെ രാത്രി വരെ വീട്ടിലുണ്ടായിരുന്നു, രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ കാണാനില്ല, വീട് വിട്ടു പോവുകയാണെന്ന് ഒരു ലെറ്റർ എഴുതി വെച്ചിട്ടാ പോയത് എന്ന് പറഞ്ഞ് ആ ലെറ്റർ അവൾ എസ്ഐയെ കാണിക്കുക. ലെറ്ററെല്ലാം വായിച്ചു നോക്കെ എസ്ഐയും വീട്ടിൽ എന്താ നടന്നതെന്ന് കൃത്യമായി പറഞ്ഞാലേ എനിക്ക് ഫർദർ ആക്ഷൻ എടുക്കാൻ കഴിയൂ എന്ന് പറയുമ്പോഴേക്കും സാർ സുഭാഷ് ഏട്ടന്റെ വിവാഹമൊന്നും ശരിയാവുന്നില്ല, ഇപ്പോ ഒരു അലയൻസ് റെഡിയായി. ആ പെണ്ണിന്റെ വീട്ടുകാർ വീട്ടിലേക്ക് വന്നു. അവർ കൊണ്ടുവന്ന ജോത്സ്യർ സുഭാഷ് ഏട്ടന്റെ ജാതകം നോക്കി സുഭാഷ് ഏട്ടന്റെ ജാതക ദോഷം കൊണ്ടാ വിവാഹം നടക്കാത്തതെന്ന് പറഞ്ഞു. നിധി പറയുമ്പോഴേക്കും അവിടുത്തെ കോൺസ്റ്റബിളും SIയോടായി ഇവരുടെ പേരിൽ നിരന്തരം പോലീസ് കംപ്ലൈന്റ് ആണെന്നും ആ വീട്ടിൽ പെണ്ണു വാഴാത്ത വീടാണെന്ന് നാട്ടിൽ പരക്കെ സംസാരമുണ്ടെന്നും ഇവരുടെ അച്ഛൻ അമ്മയെ കൊലപ്പെടുത്തിയ കുറ്റത്തിന് കുറെ കാലം ജയിലിലായിരുന്നു. ഈ അടുത്ത് ഒരു പയ്യനെ 4 പേർ ചേർന്ന് തല്ലിച്ചതച്ചെന്നൊരു പോലീസ് കംപ്ലൈന്റ് വന്നില്ലേ, അവരിവരാണെന്നും കോൺസ്റ്റബിൾ പറയുമ്പോഴേക്കും നിധിയും സാർ പ്ലീസ്, ഞങ്ങൾ ഒരു കംപ്ലൈന്റ് തരാനാ വന്നത്, അതേപ്പറ്റി പറയാതെ കുടുംബത്തിന്റെ കാര്യം പറഞ്ഞിരിക്കുന്നു, ഇതൊക്കെ കറക്റ്റ് ആണോന്ന് അവൾ ചോദിക്കുക. SIയും കോൺസ്റ്റബിളിനെ വഴക്കു പറഞ്ഞ് നിധിയോട് തുടരാനായി പറയുമ്പോഴേക്കും സുഭാഷ് ഏട്ടനാണ് ആ വീട്ടിലെ മൂത്ത ചേട്ടൻ. ഇന്നലെ വന്ന ജോത്സ്യർ സുഭാഷ് ഏട്ടന്റെ ജാതക ദോഷം കൊണ്ടാണ് വീട്ടിൽ ആർക്കും കല്യാണം ശരിയാവാത്തതെന്നും അത് അനിയന്മാരുടെ ജീവിതത്തിനു കൂടി ദോഷമാണെന്ന് പറഞ്ഞെന്നും അക്കാര്യമൊത്ത് സുഭാഷ് ഏട്ടൻ നല്ല ടെൻഷനിലായിരുന്നുവെന്നും രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോൾ ഈ ലെറ്ററും എഴുതി വെച്ച് സുഭാഷ് ഏട്ടൻ പോയിരിക്കുന്നു എന്ന് നിധി ടെൻഷനോടെ പറയുമ്പോഴേക്കും സുഭാഷിന്റെ ഫോട്ടോ SI ചോദിക്കുന്നുണ്ട്. നിധി ആ ഫോട്ടോ കൊടുക്കുമ്പോഴേക്കും അദ്ദേഹവും കോൺസ്റ്റബിളിനെ വിളിച്ച് ആ ഫോട്ടോ സ്കാൻ ചെയ്ത് എല്ലാ സ്റ്റേഷനിലേക്കും ഇൻഫോം ചെയ്യാനായി പറയുക. അപ്പോഴേക്കും SIയും അവരോടായി ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്റെ ഇടത്തും അന്വേഷിച്ചോ, സ്വന്തക്കാരുടെയും ബന്ധുക്കളുടെയും ഫ്രണ്ട്സിന്റെയും വീട്ടിലെല്ലാം ഒക്കെ എന്ന് ചോദിക്കേ അങ്ങനെ സ്വന്തക്കാരായിട്ട് ആരുമില്ല സാർ എന്ന് സുധീഷും പറയുന്നുണ്ട്. സുഭാഷ് ഏട്ടൻ പോവാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലെല്ലാം ഞങ്ങൾ അന്വേഷിച്ചെന്നും അവിടെയൊന്നും കണ്ടെത്താനായില്ല, ജോലി കഴിഞ്ഞ വീട് കഴിഞ്ഞ ജോലി എന്ന രീതിയിലായിരുന്നു സുഭാഷ് ഏട്ടന്റെ ജീവിതമെന്നും ഫ്രണ്ട്സ് എന്ന് പറയാൻ പോലും ആരുമില്ലെന്നും ഇന്ന് രാവിലെ മുതൽ എല്ലാ സ്ഥലങ്ങളിലും അന്വേഷിച്ചെന്നും എവിടെയും കണ്ടെത്താനായില്ലെന്നും അതുകൊണ്ട് ആ പോലീസ് കംപ്ലൈന്റ് ചെയ്യാൻ തീരുമാനിച്ചതെന്നും നിധിയും പറയുകയാ. SIയും ഒരു നിമിഷം ആലോചനയോടെ ഇരുന്ന് ഈ സുഭാഷ് സൂയിസൈഡ് ചെയ്യാനുള്ള വല്ല സാധ്യതയുമുണ്ടോന്ന് ചോദിക്കുന്നത്. അത് കേൾക്കെ നിധിയും ഇല്ല സാർ, സുഭാഷ് ഏട്ടൻ അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പറയേ സുധീഷും സങ്കടത്തോടെ എന്റെ സുഭാഷ് ഏട്ടനെ എവിടെയാണെങ്കിലും ഒന്ന് കണ്ടുപിടിച്ച് തരണം സാർ പ്ലീസ് എന്ന് പറഞ്ഞ് കരച്ചിലോടെ കൈകൂപ്പുകയാണ്. സുധീഷ്, നിങ്ങളുടെ ചേട്ടൻ ലെറ്റർ എഴുതി വെച്ചിട്ടാ പോയത്, വീട്ടിൽ നടന്ന കാര്യങ്ങളും അത്ര പന്തിയല്ല, ഇത്ര വർഷമായിട്ടും സുഭാഷിന്റെ കല്യാണം നടന്നില്ല, പോരാത്തതിന് പെണ്ണ് വാഴാത്ത വീടെന്നൊരു ദുഷ്പേരുമുണ്ട്, അതിനെല്ലാത്തിനും കാരണം നിങ്ങളുടെ ചേട്ടനാണെന്ന് ജോത്സ്യം വരെ പറഞ്ഞു. മനസ്സ് തകർന്ന് സുഭാഷിന് എന്തെങ്കിലും ചെയ്യാൻ തോന്നിയാൽ എന്ത് ചെയ്യാൻ പറ്റും, കഴിഞ്ഞ ആഴ്ച കൂടി ഇതുപോലൊരു കേസ് വന്നതായി ഇവിടെ എന്ന് പറഞ്ഞ് വേറൊരാളെ കാണാതായി സൂയിസൈഡ് ചെയ്ത നിലയിൽ കണ്ടെത്തിയതിനെ കുറിച്ച് പറയുന്നുണ്ട് SI അവരോട്. അത് കേൾക്കെ സുധീഷും വെപ്രാളത്തോടെ എന്റെ സുഭാഷ് ഏട്ടൻ അങ്ങനെയൊന്നും ചെയ്യില്ല സാർ എന്ന് പറയുമ്പോഴേക്കും സാർ ഇങ്ങനെയൊന്നും തീരുമാനിക്കല്ലേ എന്ന് നിധിയും സാറിനോടായി പറയുക. ഞാൻ പറയുന്നത് തെറ്റായി എടുക്കരുത്, നിങ്ങൾ അങ്ങനെയൊന്നും വിചാരിക്കില്ലായിരിക്കാം, പക്ഷേ എനിക്കങ്ങനെ ചിന്തിച്ചുകൂടെ, സ്വന്തക്കാരോ ഫ്രണ്ട്സോ ഇല്ലെന്നല്ലേ പറഞ്ഞത്, പോകാൻ സാധ്യതയുള്ള എല്ലാ സ്ഥലത്തും നിങ്ങൾ തിരഞ്ഞതല്ല, നമുക്ക് നോക്കാം, ഒരു കംപ്ലൈന്റ് എഴുതി കൊടുത്തിട്ട് പോകാൻ നോക്കാം, ബാക്കിയെല്ലാം ഞങ്ങൾ നോക്കിക്കോളാമെന്ന് SI പറയുമ്പോഴേക്കും നിധിയും അവർക്കൊരു കംപ്ലൈന്റ് എഴുതി കൊടുക്കുകയാ. സുഭാഷ് ആത്മഹത്യ ചെയ്തിട്ടുണ്ടാവുമോ എന്ന പോലീസിന്റെ സംശയം സുധീഷിനെ ആകെ ഉലച്ചു കളയുന്നുണ്ട്. അക്കാര്യം ഓർക്കെ അവനും ടെൻഷനോടെയും പരവശത്തോടെയും സ്റ്റേഷന് പുറത്തേക്കിറങ്ങി എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ തകർന്ന് സുഭാഷ് ഏട്ടനെ ഓർത്ത് പൊട്ടിക്കരയുമ്പോഴേക്കും ആ കാഴ്ച കണ്ടുകൊണ്ട് നിധിയും പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി വരികയാ. സുഭാഷ് ഏട്ടൻ സൂയിസൈഡ് ചെയ്തിട്ടുണ്ടാവുമെന്ന് SI പറഞ്ഞതോർത്ത് ഹൃദയം തകർന്ന് പൊട്ടിക്കരയുന്ന സുധീഷിനെ ചേർത്ത് പിടിച്ച് നിധി ആശ്വസിപ്പിക്കുകയാ. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.